ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പഴമയുടെ രുചികളിലൊന്നായ നമ്മുടെ സ്വന്തം അരിയുണ്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഇത്തിരി ഈസി മാർഗ്ഗത്തിലാണ്. അപ്പോൾ അതാ പുഴുങ്ങലരി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ട ആയാലും കുറുവ ആയാലും സാധാ റേഷനരി ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. നന്നായി കഴുകണം കേട്ടോ. നമ്മൾ പച്ചരി അതിന് വേണ്ടിയിട്ട് എടുക്കാറില്ല. പച്ചരി അത് അരി വറക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പച്ചരി എടുക്കാത്തത്. അപ്പോൾ അത് നല്ല 3 പ്രാവശ്യമൊക്കെ കഴുകി ഞാൻ വെള്ളം ഊറാനൊന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏലക്കായ പഞ്ചസാരയുടെ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഞാനിങ്ങനെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ല ചൂടായി. ഇത് പെട്ടെന്നൊന്ന് എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ആ എണ്ണയ്ക്ക് തന്നെ ഞാനത് എടുത്ത ശേഷം നമ്മുടെ അരി ഉണ്ടല്ലോ, വെള്ളം ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി 3/4 ഭാഗം പോയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിങ്ങനെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി പോയിക്കോളും. അത് നല്ലോണം വറുത്തെടുക്കണം. ഇത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ അരി ഉണ്ടാക്കാൻ നമ്മൾ ടൈം എടുക്കുന്നത് ഈ അരി അറക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് നനയ്ക്കും കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ നനയ്ക്കാതെ എടുത്താൽ. വറുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാ ഏകദേശം ആയി കൊണ്ടിരിക്കണു. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയൊക്കെ കരിഞ്ഞ് അടിയത്തെ ഭാഗം മാത്രം നല്ല കരിഞ്ഞതായിട്ട് മുകളിലത്തെ അരിയൊന്നും ഇതായിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ തേങ്ങ, ശർക്കര അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ആയിട്ടോ നമ്മുടെ അരി വറുത്തത്. അത് അപ്പം തന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ അത് പിന്നെയും കരിയാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് നമുക്കൊരു പകുതി അല്ലെങ്കിൽ 3/4 ഇത് ചൂടാറണം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 5 ഒരു അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. പക്ഷെ 4 നമ്മുടെ മുന്നേ ഉണ്ടാക്കണ ആ അണ്ടിപ്പിട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരും കേട്ടോ. അതെപ്പോഴും ഉണ്ടാക്കലുള്ളതാണ്. അപ്പോൾ ഞാൻ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി നമ്മൾ അരി ഇതാ ഏകദേശം ചൂടാറി പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട, എന്നാൽ നല്ല തരിപ്പും വേണ്ട. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ പാകത്തിൽ നമ്മളിത് പൊടിച്ചെടുക്കണം. ഇത് ഫുള്ളായിട്ട് പൊടിഞ്ഞ് വരാൻ ഇത്തിരി ടൈം എടുക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒന്ന് കറക്കി പിന്നെയും നിർത്തി അതൊന്ന് റെഡിയാക്കി കൊടുത്ത് പിന്നെയും പൊടിച്ച് അങ്ങനെ ഇത്തിരി ടൈം എടുത്തിട്ട് പൊടിച്ചാലാണ് എല്ലാ അരിയും കറക്റ്റായിട്ട് പൊടിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്, ഏലക്കായും പഞ്ചസാരയും കൂടിയും പൊടിച്ച് വെച്ചത് ഇടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു പ്രാവശ്യം പൊടിച്ചപ്പോൾ കണ്ടില്ല, ഇനിയുണ്ട് കുറേ പൊടിയാൻ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട്. അപ്പോൾ അതാ നല്ല ഫൈനായിട്ടല്ല, തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം വെക്കണം എന്നൊക്കെ ഉണ്ട് എന്നുള്ളവർ ഇത് തേങ്ങ വറുത്തിട്ട് എടുത്താൽ മതി. എല്ലാം നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് എത്ര ദിവസം വേണമെങ്കിൽ കേടുവരാതിരിക്കും. അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. എന്താ അറിയാം, അത് ചൂടുണ്ടേ, ചൂട് ഇപ്പോഴും ആറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇളക്കണത്. അപ്പോൾ ഒരു ഫോർക്കും കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളല്ലേ. ചൂടുള്ള തക്കാളിയൊക്കെ മുറിക്കാനും പറ്റും. അങ്ങനെ ചൂടുള്ളതൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് ഫോർക്കും കൊണ്ട് കുത്തി പിടിച്ചിട്ട് മറ്റേ ഭാഗം കൊണ്ട് മുറിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ട് തുള്ളി വെള്ളം, കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കത് നൂല് പരുവൊന്നായി കിട്ടേണ്ട ആവശ്യമില്ല. ശർക്കരയൊന്ന് ജസ്റ്റ് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോഴേക്കത് തിളച്ചിട്ടുണ്ടാവും. ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ, ഈ പാകം മതി. ഇനി ഇത് നമ്മൾ തീയൊക്കെ കെടുത്തി വെച്ച് അത് ആ ചൂടോടെ തന്നെ അരിക്കുന്നുണ്ട് കേട്ടോ. അരിച്ച ശേഷം ഇതാ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതാക്കണത്. അപ്പോൾ അമ്മ ആണെങ്കിൽ വീഡിയോ എടുത്തു തരുന്ന ആൾ.
ഈ കുക്കിംഗ് വീഡിയോ എടുക്കണമെങ്കിൽ ഈ സ്കൂൾ പൂട്ടിയ സമയത്ത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്ത സമയത്തൊന്നും അവരെ കിട്ടില്ല. ശനി ഞായറല്ലേ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ അവർ ടി വിയൊക്കെ കാണും. അപ്പം ഞാൻ വിളിക്കാറില്ല വീഡിയോ എടുക്കാനായിട്ട്. ശർക്കരപ്പാനി നല്ല ചൂടാട്ടോ, അതാണ് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇളക്കണത്. ഇതൊന്ന് പകുതി ചൂടാറിയാൽ നമുക്ക് കൈ വെച്ചിട്ടാണ് നല്ല മിക്സാക്കി എടുക്കേണ്ടത്. ഇപ്പം ഏലക്കായും അണ്ടിപ്പരിപ്പൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. വെറും ശർക്കരയും അരിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർക്കണത്. അപ്പോൾ നമ്മൾ മുന്നേ അണ്ടിപ്പിട്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ കൂടുതൽ കശുവണ്ടി വറുത്തതും കുറച്ച് അരിയായിരിക്കും എടുക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും, അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് 4-5 കശുവണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ടേസ്റ്റ് ആ പഴയ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാ ഒരു പകുതി ചൂടാറിയപ്പോൾ തന്നെ ഞാനിതാ ഓരോന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അരിയുണ്ടേൻ്റെ പണി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ വായിലിട്ടിട്ട് നമുക്ക് ചവയ്ക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല, അലിഞ്ഞങ്ങോട്ട് പോവും. അത്രയും ടേസ്റ്റുമാണ്, അത്രയും സോഫ്റ്റുമാണ്. ഇത് എടുത്ത് വെച്ചാലും 2 ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. അതിൽ കൂടുതൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കണം. തേങ്ങ വറുത്ത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അരിൻ്റെ കൂടെ പൊടിക്കുകയും ചെയ്യാം. അപ്പോൾ എത്ര എളുപ്പമാണെന്നറിയോ, നമുക്കൊരു 4 മണി സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ എന്തോരം എളുപ്പമായി. ഇത് ഞാൻ ഇൻട്രോ ആക്കി എടുത്ത വീഡിയോ ആയിരുന്നു, പക്ഷേക്ക് അത് ഞാൻ ലാസ്റ്റായിട്ട് തട്ടിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസൊക്കെ ഞാൻ കളഞ്ഞതാണ്. അമ്മു പറഞ്ഞിരുന്നു, അതൊക്കെ കളഞ്ഞ് സെറ്റപ്പാക്കി ലാസ്റ്റ് അങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ.